നമസ്കാരം. മംഗളം ടി.വിയുടെ അതിനിശ്ചിത രാഷ്ട്രീയ വിമർശന പരിപാടിയായ നോ കോംപ്രമൈസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യമാകെ ഞെട്ടിത്തരിച്ചുപോയ ഒരു വലിയ ക്ഷേത്രക്കൊള്ളയാണ് ഇന്ന് നാടെങ്ങും ചർച്ച ചെയ്യുന്നത്. മറ്റെങ്ങുമല്ല, അയോധ്യയിലെ രാമക്ഷേത്രക്കൊള്ള. RSSന്റെ 100ാം വാർഷികത്തിൽ ഒരുപക്ഷെ RSSന് രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷനായി കാണുന്ന ശ്രീരാമൻ തന്നെ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് വലിയ നാണക്കേടായിരിക്കുകയാണ്. ചെകിട്ടത്തടി കിട്ടിയതുപോലെയാണ്. അത്തരമൊരു അവസ്ഥയിൽ എത്തിച്ചതിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ തന്നെ നേരിട്ടുള്ള ശ്രദ്ധ പതിയുന്ന പ്രധാനമന്ത്രി നേരിട്ട് പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ഒരു ക്ഷേത്രത്തിൽ അത്തരമൊരു കൊള്ള നടക്കുമ്പോൾ, അത്തരമൊരു കുടില പ്രവൃത്തി നടക്കുമ്പോൾ അതിന് ഉത്തരവാദികളായവരിൽ പ്രമുഖരായ ആളുകൾ ഇന്നും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ വിശ്വാസി സമൂഹത്തെ ഏറെ ഞെട്ടിപ്പിക്കുന്ന, ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ തന്നെയാണ് നോ കോംപ്രമൈസിന് അതിനിശ്ചിതമായി തന്നെ ആ പ്രവൃത്തിയെ കേന്ദ്ര സർക്കാരിൻ്റെയും അല്ലെങ്കിൽ RSSൻ്റെയും അത്തരം പ്രവൃത്തികളെ വിമർശിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരുപക്ഷെ രാമനെ സംബന്ധിച്ച്, ശ്രീരാമനെ സംബന്ധിച്ച് ആ ശ്രീരാമനെ ഉയർത്തിക്കാട്ടി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് BJP കേന്ദ്രഭരണം സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയിൽ വളർന്നു പന്തലിച്ചതിൽ ശ്രീരാമൻ നൽകിയ സംഭാവന ഒട്ടും ചെറുതായി കാണാവുന്നതുമല്ല. അത്തരമൊരു ശ്രീരാമൻ്റെ പേരിൽ, ഒരു രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നിരവധി തവണ അത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച് അധികാരത്തിലേറിയ ഒരു പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനം, BJP എന്ന പാർട്ടി, അത് നേതൃത്വം നൽകി തന്നെ അവസാനം രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു. ആ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ മുതൽ, അതിന് ഭൂമി വാങ്ങിയത് മുതൽ അവിടെയുള്ള ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെ വരികയാണ്. 2 കോടി രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഭൂമി, അല്ലെങ്കിൽ വിലയുള്ള ഒരു ഭൂമി 18.5 കോടി രൂപയ്ക്ക് വാങ്ങുന്ന അവസ്ഥയിലേക്ക് ക്രമക്കേടുകളുടെ ഒരു പരമ്പര. റോഡ് നിർമ്മാണത്തിൽ, ക്ഷേത്ര നിർമ്മാണത്തിൽ ശ്രീകോവിൽ ചോരുന്നു തുടങ്ങി ഒട്ടേറെ വാർത്തകൾ പലപ്പോഴായി വന്നതാണ്. കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ ഇതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 വർഷമായി ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് സംഘപരിവാർ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് RSS ശ്രദ്ധിക്കാതെ പോകുന്നത്? ഇനി അവരൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ഒരു ക്ഷേത്രത്തിൽ ഇത്തരമൊരു കൊള്ള നടക്കുക എന്നുള്ളത് തികച്ചും ലജ്ജാകരമായ കാര്യം തന്നെയാണ്. അവിടെ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള, രാജ്യം ഏറെ ശ്രദ്ധിക്കുന്ന ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ അടുക്ക് അത്ര കരുത്തുറ്റ ഒരു സർക്കാരാണ് അവിടെയുള്ളത്. BJPയുടെ സർക്കാരാണ്, സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ്. RSSൻ്റെ കണ്ണുകൾ അവിടെ എപ്പോഴുമുണ്ട്, RSSൻ്റെ നിയന്ത്രണമുണ്ട്. അത്തരമൊരു ക്ഷേത്രത്തിൽ ഇത്തരമൊരു കൊള്ള നടക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നാണക്കേടാകുമ്പോൾ ആ നാണക്കേട് പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നോ കോംപ്രമൈസിൻ്റെ വിമർശനം ഉയരുന്നത്. ചമ്പത്രായി അടക്കമുള്ള ആ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണമുണ്ടായിരുന്ന ചമ്പത്രായിയെ പോലുള്ള VSPയുടെ ഒരു ഉപാധ്യക്ഷനായിട്ടുള്ള ആള്, അത്തരമൊരാൾ ഇരിക്കുന്ന, എന്തുകൊണ്ടാണ് ഈ ചമ്പത്രായിയെ അല്ലെങ്കിൽ VSPയുടെ ഉപാധ്യക്ഷനായ അത്രയും ഉന്നതനായ ഒരു നേതാവിനെ തന്നെ അവിടെ ആ ക്ഷേത്രത്തിൽ അതിൻ്റെ നിയന്ത്രണത്തിൽ ഇരുത്തുന്നത്? ആ ക്ഷേത്രം അത്രയും നന്നായിട്ട് പോകണം, ആ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം അത്രയും ബെറ്റർ ആയിരിക്കണം, ആ ക്ഷേത്രം അത്രയും നല്ല ഖ്യാതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അവിടെ നിന്നും ഒരു മോശകരമായ ഇടപാടുകളോ കാര്യങ്ങളോ നടക്കരുത് എന്ന ഉത്തരവാദിത്വം അത് ഉറപ്പുവരുത്തുന്നതിനല്ലേ അത്രയും പ്രമുഖനായ ഒരു വ്യക്തിയെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ അവിടെ കൊണ്ടിരുത്തുന്നത്? അവിടെ വീഴ്ച വന്നു എങ്കിൽ, അവിടെ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു എങ്കിൽ, അവിടെ കൊള്ള നടന്നു എങ്കിൽ രാജ്യമാസകലം ഒരു ക്ഷേത്രം, രാജ്യം ഉറ്റുനോക്കിയ ഒരു ക്ഷേത്രം, അത്തരമൊരു ക്ഷേത്രത്തിൽ കളവ് നടക്കുന്നു, അത്തരമൊരു ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടികൾ മോഷണം പോകുന്നു, വെള്ളിക്കട്ടികൾ മോഷണം പോകുന്നു, രാമചരിത മാനസ്, സ്വർണ്ണത്തിൽ തീർത്ത 5 കോടി മതിക്കുന്ന രാമചന്ദ്ര മാനസ് അടക്കം അവിടുന്ന് മോഷണം പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൊള്ള തന്നെയാണ്. അത്തരം കൊള്ളക്കാരെ ശിക്ഷിക്കാനുള്ള ബാധ്യത അത് കേവലം ഏതെങ്കിലും തൊഴിലാളികളിലോ അല്ലെങ്കിൽ ചെറുകിട ജീവനക്കാരിലോ ഒതുക്കുമ്പോൾ ഈ രാജ്യം അത്തരം ചെയ്തികളോട് പൊറുക്കുമെന്ന് സംഘപരിവാറോ RSSോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ വിചാരിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം ബാലിശമായിരിക്കും. എന്തുകൊണ്ട് നടപടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നടപടിയെടുക്കേണ്ടതല്ലേ? നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അതുമായി ബന്ധപ്പെട്ട ചെറിയ ജീവനക്കാരിലോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിലോ അത്തരം ആളുകളിലൊന്നും ഒതുങ്ങുകയായിരുന്നില്ല ആ അന്വേഷണം ചെയ്തത്.
ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ആ അന്വേഷണത്തിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ പത്മകുമാർ, എൻ വാസു, എന്തിനേറെ ദൈവതുല്യനെന്ന് കരുതപ്പെട്ട തന്ത്രി പോലും കാരിരുമ്പഴിക്കുള്ളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ പദവികൾ പ്രധാനമായിരുന്നില്ല, അവിടെ ആരെന്ന് നോക്കിയില്ല. ഹൈക്കോടതി ശക്തമായി ഇടപെട്ടു. ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തന്ത്രിയടക്കം അതിൻ്റെ ഉന്നതരടക്കം എല്ലാവരും ജയിലഴിയിൽ പോയി. അവിടെയാണ് കൃത്യമായിട്ടും അത്തരം ഇടപെടലുകൾ വേണ്ടത്. ആ ക്ഷേത്രത്തോടുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനം എത്രത്തോളം നവീകരിക്കപ്പെടാൻ അത്തരം പ്രവൃത്തികൾ ഉതകി എന്നുള്ളതാണ്. ഇനി ഒരാൾ ശബരിമലയിൽ തൽക്കാലമെങ്കിലും തട്ടിപ്പ് നടത്താൻ ധൈര്യപ്പെടുമോ? ഉണ്ടാവില്ല. ഭയമുണ്ട്, അകത്തു പോകും, ഇടപെടലുണ്ടാകും. ആ സംവിധാനം അത്രത്തോളം ശക്തമാണ്. അത്തരം നടപടികളല്ലേ തീർച്ചയായിട്ടും രാമക്ഷേത്രം പോലെ ഇത്തരം വലിയ കൊള്ള നടന്ന ഒരു സംഭവത്തിൽ ഉണ്ടാവേണ്ടത്. എന്തിനാണ് RSS ചമ്പത്രായിയെ സംരക്ഷിക്കുന്നത്? എന്തിനാണ് പ്രധാനമന്ത്രി ഇതുവരെ മൗനം വെടിയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം നടപടി വേണമെന്ന് പറയാത്തത്? ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം കൊള്ളകളിൽ ഏതെങ്കിലും ചെറുകിട മീനുകളിൽ ഒതുക്കിയാൽ ഒതുങ്ങുന്നതാണോ ജനവികാരം? അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നോ കോംപ്രമൈസിന് പറയാനുള്ളത് ശക്തമായ നിലപാടുകളാണ് വേണ്ടത്, ശക്തമായ നടപടികളാണ് വേണ്ടത്. ഉന്നതരിലേക്കാണ് അന്വേഷണം ആദ്യം പോകേണ്ടത്. ഉന്നതരായിട്ടുള്ളവർ തലകൾ തന്നെ ഉരുളുക തന്നെ വേണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇനിയെങ്കിലും അവിടെ ഇരിക്കുന്ന ഭരണതലപ്പത്ത് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതിനപ്പുറത്ത് ആ ഉത്തരവാദിത്തങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന പേടി വേണം, ഭയം വേണം, ജാഗ്രത വേണം, എല്ലാം വേണം. അതിനുള്ള ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. 100ാം വാർഷികത്തിൽ ഇത്തരം അപമാനത്തിൽപ്പെടുന്ന RSS ചമ്പത്രായിയെ സംരക്ഷിക്കാനല്ല ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അനിൽ മിശ്രയെ സംരക്ഷിക്കാനല്ല ശ്രമിക്കേണ്ടത്. അവരുടെ വീഴ്ചകളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ നിയമ നടപടികൾക്ക് വിധേയരാക്കുകയാണ് വേണ്ടത്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമാണ്. ആ രാഷ്ട്രീയ ആയുധങ്ങളെ ബുദ്ധിപൂർവം നേരിടുന്നതിന് ഇത്തരക്കാരെ എല്ലാം കൽത്തുറുങ്കിൽ അടയ്ക്കുക എന്ന ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ട ജനവിശ്വാസം, നഷ്ടപ്പെട്ട ഭക്തജനങ്ങളുടെ വിശ്വാസം അത് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ജാഗ്രതപ്പെടുത്തൽ, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നോ കോംപ്രമൈസിന് നൽകാനുള്ളത്. നമസ്കാരം.